ഹലോ ഫ്രണ്ട്സ്, ഡ്രീംസ് ഓഫ് കുവൈറ്റിലേക്ക് സ്വാഗതം. കുവൈറ്റ് MOHലേക്ക് പുതുതായി വന്നവർക്കും വരുന്നതുമായ ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ദയവായി എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് കമൻസായി ചിലർ ചോദിച്ചിരുന്നു, 6 മാസത്തോളമായി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വിസ ഇതുവരെ വന്നില്ല, വെയിറ്റ് ചെയ്യണമോ അതോ വേറെ ജോലിക്ക് ജോയിൻ ചെയ്യണമോ എന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇൻ്റർവ്യൂ പാസ്സായതാണെങ്കിൽ വിസയ്ക്ക് വെയിറ്റ് ചെയ്യുക, ടൈം എടുക്കും. കുവൈറ്റ് MOHൻ്റെ കാര്യത്തിൽ അത് പേടിക്കേണ്ട കാര്യമല്ല. പിന്നെ പെട്ടെന്ന് റിലീസ് കിട്ടുമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നത് തെറ്റില്ല. ഇനി ജൂൺ 10 വരെയൊക്കെ ഈദിൻ്റെ ഹോളിഡേയ്സൊക്കെ ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി. ഈദ് കഴിഞ്ഞാൽ കുറച്ച് സ്പീഡാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും കുവൈറ്റ് MOHൽ സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളതാണ്. ചിലർ ചോദിക്കാറുണ്ട്, അതായത് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണോ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന്. തീർച്ചയായും പ്രീവിയസ് എക്സ്പീരിയൻസ് അനുസരിച്ച് തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് OT എക്സ്പീരിയൻസ് ഉള്ളവരെ OTയിൽ തന്നെ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ICU എക്സ്പീരിയൻസ് ഉള്ളവരെ ICUയിൽ തന്നെ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എമർജൻസിയിൽ വർക്ക് ചെയ്യുന്നവരെ എമർജൻസിയിൽ തന്നെ ആയിരിക്കും. ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും അവർ എക്സ്പീരിയൻസ് അനുസരിച്ച് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. മാക്സിമം അവർ എക്സ്പീരിയൻസ് അനുസരിച്ച് തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സെയിം എക്സ്പീരിയൻസ് ഉള്ളവരെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ അവർ വേറെ എക്സ്പീരിയൻസ് ഉള്ളവരെ എടുക്കുകയുള്ളൂ. എല്ലാവർക്കും ഓറിയൻറ്റേഷൻ കിട്ടുന്നതാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതായിരിക്കും. താങ്ക്